എന്നെ സംബന്ധിച്ച് എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ ഭാസ്കർ റാവുജിയെ പരിചയപ്പെടുമ്പോൾ വളരെ കുഞ്ഞുകുട്ടിയാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ മഹത്വം അറിയാൻ പ്രായമായ ഒരു പ്രായത്തിലല്ല ഞാൻ അദ്ദേഹത്തെ കണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കുള്ളൊരു അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എനിക്കറിയാവുന്നത്, എൻ്റെ അച്ഛൻ ഒരുപാട് ഈ മേഖലയിൽ എല്ലാ രംഗത്തും ബാലഗോകുലത്തിലായാലും നമ്മുടെ വിദ്യാനികേതന്റെ പ്രവർത്തനങ്ങളിലായാലും ഒക്കെ എന്നും കൊച്ചിയിൽ വന്ന് പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ RSSന്റെ മേഖലയിലുള്ള ആരും തന്നെ എൻ്റെ വീട്ടിൽ താമസിക്കാത്തവരായിട്ടില്ല എന്നുള്ളത് കൊണ്ട് സ്ഥിരമായി രാത്രി ആരെങ്കിലും ഒരാൾ വീട്ടിലില്ലാത്ത ഒരു സന്ദർഭം വളരെ വിരളമാണ്. പരമേശ്വരജിയായിട്ടും നമ്മുടെ ആരെങ്കിലും ഒരാളുണ്ടാവും. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഞങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളാണ്, വലിയ വിവരമൊന്നുമില്ല, എന്ത് പറഞ്ഞു തന്നാലും ഗ്രഹിക്കാനുള്ള വിവരമില്ല. പക്ഷേ എനിക്ക് പിന്നീട് വളർന്ന കുറച്ച് വലുതായപ്പോൾ, ഇന്ന് അച്ഛൻ ജീവിച്ചിരിപ്പില്ല, ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് അച്ഛൻ മരിച്ച സമയത്ത് ഒരു 2 മണിക്കൂർ ഭാസ്കർജിയെ ആ മൃതദേഹം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. മാത്രമല്ല പിന്നീട് അച്ഛനിങ്ങനെ ഘോരഘോരം ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു അധ്യാപികയായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, വിദ്യാഭ്യാസമാണ് ഒരു മനുഷ്യനെ രൂപവത്കരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൽ എന്ത് നമ്മൾ കലർത്തുന്നുവോ അതിനനുസരിച്ച് ആ കുട്ടി ഷേപ്പ് ചെയ്യപ്പെടും എന്നുള്ളത് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം അച്ഛനോട് സ്നേഹമില്ല, അമ്മയോട് സ്നേഹമില്ല, സംസ്കാരമില്ല, നമ്മുടെ എന്താ പറയുക, കുടുംബം എന്ന് പറയുന്ന ബന്ധങ്ങളില്ല, ഇതൊന്നുമില്ല. രാജ്യത്തോട് ഒരു പ്രതിബദ്ധതയുമില്ല, സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുമില്ല. എനിക്ക് ജീവിക്കണം, അതിന് ഞാൻ എന്ത് മാർഗവും അവലംബിക്കും എന്ന് പറയുന്ന ഒരു പുതിയ ജനറേഷൻ ഒത്തിരി പേരങ്ങനെ വളർന്നു വരുന്നു. എല്ലാവരും എന്നല്ല പറഞ്ഞത്, പക്ഷെ അതിനൊക്കെ ഒരു ഒരു ബദൽ രേഖ എന്നുള്ളത് പോലെ ആണ് നമ്മുടെ വിദ്യാനികേതന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഭാസ്കർ റാവുജി, അന്ന് അച്ഛനും അദ്ദേഹവും കൂടി, ഭാസ്കർ റാവുജിയും കൂടി സിലബസ് ഉണ്ടാക്കുന്നതും ആ സിലബസ് അപ്രൂവ് ചെയ്യുന്നതും ആ സിലബസിന്റെ കണ്ടന്റ് എന്തായിരിക്കണം എന്ന് ആലോചിക്കുന്നതും, ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ചിന്മയ മിഷൻ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഭഗവത്ഗീത കുട്ടിയെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ എന്താ പറയാ, സാംസ്കാരികമായിട്ട് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ വിദ്യാനികേതന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് വെറുതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനിൽ അന്തർലീനമായ ദിവ്യത്വത്തിന്റെ അഭിവ്യക്തിയാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, വളരെ പ്രസിദ്ധമായ വിവേകാനന്ദന്റെ വാക്കുകളാണ്. മനുഷ്യനിൽ ഉള്ള വിനയവും കരുണയും ആർദ്രതയും ഒന്നും പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ വിദ്യാഭ്യാസം നേടിയിട്ട് എന്താണ് കാര്യം? അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്നതിൽ, അത് പ്രാവർത്തികമാക്കുന്നതിൽ, അതിനെ രൂപപ്പെടുത്തുന്നതിലൊക്കെ ഭാസ്കർ റാവുജിക്കുള്ള പങ്ക് അത് നിസ്തുലമാണ്. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. അതുപോലെ തന്നെ ബാലഗോകുലം, ഞാൻ ആലോചിക്കാറ് ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്ന വിദ്യാനികേതന്റെ കാര്യങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ വിദ്യാനികേതനിലേക്ക് എത്തുന്ന കുട്ടികളിൽ ഏറെ പങ്കും ഞാനൊക്കെ കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്ത് ബാലഗോകുലത്തിലൂടെ വളർന്നു വരുന്ന ഒരു കുട്ടി മിനിമം അന്ന് ഈ മേഖലാ മത്സരങ്ങളും അതായത് ഈ സ്റ്റേറ്റ് തല മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വിവിധ കഥ പറയുകയാണെങ്കിൽ അത് വളരെ സാംസ്കാരികമായി മുന്നോട്ട് നിൽക്കുന്ന കഥകളും ഇതൊക്കെ കുട്ടികൾ പഠിച്ചു കൊണ്ടുവന്ന്, ഭഗവത്ഗീതയും അതുപോലെയുള്ള സാധനങ്ങളും ഒക്കെ പഠിച്ചു കൊണ്ടുവന്ന് സോണലായിട്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ച് അവിടുന്ന് സമ്മാനം കിട്ടുന്ന കുട്ടിയെ സ്റ്റേറ്റ് തലത്തിൽ പങ്കെടുപ്പിക്കുകയും ഈ സ്റ്റേറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടിക്ക്
എന്താണ് സ്വർണത്തിന്റെ അല്ല അതുപോലെയുള്ള ഒരു പതക്കം സമ്മാനമായിട്ട് നൽകി. ഇത് കിട്ടാൻ വേണ്ടി കുട്ടികൾ അവിടെ എത്തിച്ചേരുകയും ഇതിൻ്റെയൊക്കെ വേദികളിലും ഞാൻ ഇദ്ദേഹത്തെ ഭാസ്കർ റാവുജിയെ ഒത്തിരി കണ്ടു പരിചയപ്പെട്ടു. കാരണം ഈ മത്സരങ്ങളിലൊക്കെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവരുടെ പ്രഭാഷണമൊന്നും കേട്ടാൽ മനസ്സിലാവാനുള്ള വിവേകമോ ബുദ്ധിയോ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ മനോവിചാരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വികാര വിചാരങ്ങൾ എല്ലാം രൂപപ്പെടുത്തുന്നത് ഇത്തരം സംഗതികൾക്ക് വന്നിരിക്കുന്ന ഒരു പ്രാധാന്യത്തെ ഏറ്റവും മനോഹരമായിട്ട് ഞാൻ തിരിച്ചറിയുന്നു. കാരണം ഈ ബൈഹാർട്ട് പഠിക്കുക ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നും ബൈഹാർട്ട് പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ സംഗതി. ബൈഹാർട്ട് പഠിച്ചാൽ എന്തോ ഒരു അസ്വസ്ഥമായി പോയി നമ്മളുടെ പഠനം. സ്വയം ക്രിയേറ്റിവിറ്റി വളർന്നു വരണമെങ്കിൽ ബൈഹാർട്ട് പഠനം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലാണ് വിദ്യാഭ്യാസം പോകുന്നത്. ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ കഥയും കവിതയും ഈ മാതിരിയുള്ള സാഹിത്യ സല്ലാപങ്ങളെയും പരിചയപ്പെടാത്ത, ഈ സാഹിത്യത്തിൽ അവൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സംഗതികളെയും അറിയാൻ സാധിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് പുതിയ ഒരു ക്രിയേറ്റിവിറ്റി രൂപപ്പെടുന്നത്? സ്വയം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, അതായത് കവികൾ എന്ന് പറയുന്നവരൊക്കെ തന്നെ, അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ എന്ന് പറയുന്നവരൊക്കെ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഏത് മേഖലയിലും ജോലി ചെയ്യുന്നവർ ഒരു ബേസിക് ആയിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത് അകന്നു പോകുന്നു എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരുന്നു ഭാസ്കർ റാവുജി എന്നുള്ളത് 100% എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. അത് ഇപ്പൊ ഞാൻ ആലോചിക്കും, അന്ന് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലായിരുന്നുവെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, വിദ്യാനികേതന്റെ ഒരു വളർന്ന് പന്തരിച്ച ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഒരു പക്ഷേ സംസ്കാര സമ്പന്നരായ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒട്ടേറെ പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മുടെ നാടിനോട് സ്നേഹവും ബഹുമാനവും അതുപോലെ അങ്ങനെ ആദരവും ഒക്കെയുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ സ്ഥാപനത്തിനുള്ള പദ്ധതി സ്ഥൂലമാണ്. അത് നിലനിൽക്കുന്നിടത്തോളം, അത് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നിലനിൽക്കുന്നിടത്തോളം ഭാസ്കർ റാവുജിയെ ഒന്നും ആർക്കും മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മിക്കാനുള്ളത്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന ഇതിൻ്റെ പ്രത്യേകിച്ച് വേണിച്ചേട്ടന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ഒത്തിരി ആഴങ്ങളിലൂടെ പരിചയപ്പെടുത്താൻ സാധിക്കുന്ന ഒട്ടേറെ പേർ ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള ആകപ്പാടെയുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞുകുട്ടിയായ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് എന്നുള്ളത് മാത്രമാണ്. അതിൽ കൂടുതൽ തന്നെയല്ല, അച്ഛൻ്റെ കൂടെ ഈ സിലബസ് കൺസ്ട്രക്ഷനിലൊക്കെ പങ്കെടുത്തു എന്നുള്ള തരത്തിൽ മാത്രമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ മാത്രമേ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പടർന്ന് പന്തലിച്ച് നമ്മുടെ ഈ ഒരു ഇപ്പോൾ എത്രയോ കൗൺസിലർമാർ ഇവിടെ ഇരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സാംസ്കാരികമായ ഒരു ധാരയുടെ പ്രവാഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ആ സംസ്കാരം വളർന്നു വരുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.